എത്ര വർഷമായി പെർഫോം ചെയ്യാൻ തുടങ്ങിയിട്ട്? കൊറേ ഞാന് ഒരു 6ാമത്തെ വയസ്സിൽ ഞാൻ എന്തായാലും 10-30 വർഷത്തിനുള്ളിലായില്ലേ ഇത്രയും വർഷത്തെ പെർഫോമൻസ്. ഇപ്പൊ മക്കള് പെർഫോം ചെയ്ത് തുടങ്ങി, അവരും ഇനി ഒരുപാട് വർഷങ്ങൾ പെർഫോം ചെയ്യേണ്ട ആളുകളാണ്. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ആസ് പെർഫോമേഴ്സ്, ആസ് ആർട്ടിസ്റ്റ്, കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? അതല്ല, നമ്മളിപ്പോ ഒരു പ്രോഗ്രാംസ് ആയാലും എന്തിനു പോയി കഴിഞ്ഞാലും നമ്മൾ ഓഡിയൻസിനെ റെസ്പെക്ട് ചെയ്യുക, അവരുടെ ഇഷ്ടങ്ങൾ നോക്കുക. നമ്മളിപ്പോ പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ ചില പ്രോഗ്രാംസിനൊക്കെ ചില സിംഗേഴ്സിന്റെ ഒക്കെ ഇത് ടൈറ്റിലിന്റെ വരുന്നതാണ്. പ്രോഗ്രാമിന് പോയിട്ട് അങ്ങനെയൊക്കെ കാണാം. അത് ചിലപ്പോൾ എന്താ സംഭവിച്ചത് നമുക്കറിയില്ല. പക്ഷെ എന്നാലും ഓഡിയൻസിന്റെ ഇഷ്ടങ്ങളും കൂടി നമ്മൾ നോക്കണം. നമ്മൾ നല്ല പാട്ട് രീതിയിൽ നല്ല പാട്ടുകാരെല്ലാം ആയിരിക്കാം, ഏത് സിംഗേഴ്സ് ആയാലും. ഇപ്പൊ മക്കളോടും പറയാനുള്ള വെച്ചാൽ നിങ്ങൾ വലുതായി കഴിഞ്ഞാല് ചിലപ്പോൾ സിഫ്രാൻ ഭയങ്കര സിംഗർ ആയിരിക്കും, പക്ഷെ അവിടെ ഒരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഓഡിയൻസിന്റെ ഇഷ്ടങ്ങളും അതൊക്കെ. പിന്നെ പ്രത്യേകിച്ച് പറയാൻ ഒരു കോമ്പറ്റീഷൻ ആയിട്ട് എടുക്കാതിരിക്കുക. നമ്മൾക്ക് എന്താണോ പഠിച്ചോ ഓരോ നാൾക്കും ഓരോ രീതിയിലേക്ക് പാടാനുള്ള കഴിവാലും കൊടുക്കുക. അപ്പോ ഒരാളോടും അവര് ഞാന് നന്നായി പാടണം, ബാക്കിയുള്ള ആളുകൾ അങ്ങനെ ആ ഒരു രീതിയിൽ കോമ്പറ്റീഷൻ വേണ്ട. നമുക്ക് എന്താണോ പറ്റുന്നത് അത് ജനങ്ങളിലേക്ക് കൊടുക്കുക. പിന്നെ ആരോടും ആ രീതിയിൽ പോകണ്ട. അതാണ് മെയിൻ പറയാനുള്ളത്. അത് ഇതുവരെ അതെപ്പോഴും പറഞ്ഞു കൊടുക്കും. ചില ആൾക്കാരൊക്കെ പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാല് ചില സിംഗേഴ്സിനൊക്കെ മത്സര ബുദ്ധിയോടെ പാടുന്നത് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഒരുപാട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ചിലപ്പോ എനിക്കുള്ള കഴിവ് വ്യത്യസ്തമായിട്ടുള്ള ഇതാണ്. അപ്പം അയാളത് ആ പ്രോഗ്രാമിന് കൂടുതൽ ഇതായെന്ന് വെച്ചിട്ട് അവർ അങ്ങനെയില്ല. എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോ ഇത്രയും കാലമായിട്ട് നമ്മളിപ്പോ ഫാമിലി ആയിട്ട് 3-4 വയസ്സ് പാടാൻ തുടങ്ങി, ഇപ്പം 7th-ലായി. അപ്പൊ ഇത്രയും കാലമായിട്ട് പോകുന്നതും എല്ലാവരും നമ്മളെടുത്ത് പറയുന്ന കാര്യം നമുക്ക് തന്നെ സ്വയം നമുക്കൊരു തോന്നലുണ്ടല്ലോ. ആ തോന്നല് വന്നതും എന്ന് വെച്ച് കഴിഞ്ഞാല് ചില സ്ഥലത്ത് ഇപ്പം ഫാമിലി പാടുന്നവരിൽ തന്നെ പ്രശ്നങ്ങൾ വരാറുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് പാടണം, നമ്മളിൽ തന്നെ ഞാൻ ഇന്ന് വരെ ഇപ്പൊ നമ്മൾ ഒരു പാട്ടാണ് ഇപ്പൊ ഒരു ആൽബം സോങ് ഞങ്ങളോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ഒരു പാട്ട് നിങ്ങൾ എങ്ങനെ ഇത് ഷെയർ ചെയ്ത് പാടുന്നത്? കാരണം ഒരു പല്ലവി ഇപ്പൊ 4 ലൈനൊക്കെ വരുന്നുള്ളൂ. അപ്പൊ ഒരു ഇതിൽ പക്ഷെ നമ്മൾക്ക് അങ്ങനെ ഒരു ഒന്നുമില്ല മൈൻഡിൽ. കാരണം ഞങ്ങളിപ്പോ ഞാനായാലും എനിക്ക് തോന്നുന്നു ഞാൻ പാടാറുണ്ടായിരുന്നു, പക്ഷെ കല്യാണം കഴിച്ച കൂടുതലും ഞാൻ പാടാനുള്ളത് എനിക്കത് ചുക തന്നെയാണ് പറഞ്ഞു തരുന്നത്. ഞാനിപ്പോ ഒരു സോങ് പുതിയൊരു സോങ് കഴിക്കേണ്ടത് ഒരു വർക്ക് ഇപ്പൊ പാടുന്നത് സ്റ്റാർട്ടിങ് ഞാനാ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത പാട്ട് ഒരാളെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കും. അങ്ങനെ ഒരു ആ ഒരു ഇതില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ വരുന്ന റെക്കോർഡിങ്ങിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ കാണുന്ന ആളെയല്ല, എന്റെ ഹസ്ബൻഡും അല്ല ഇവരെ പപ്പയല്ല. അവിടെ പാട്ട് കാണാ, അവിടെ നിന്ന് എന്താണോ മൂപ്പര് ഉദ്ദേശിച്ചത് അത് പാടിപ്പിക്കാതെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോകും. സാധാരണ ഒരു പാട്ട് നമ്മളിപ്പോ ചെയ്യുമ്പോ ഒരു കറക്റ്റ് ആയിട്ട് ആ രീതിയിൽ കൊടുക്കാറില്ല. ചിലപ്പോ നമുക്ക് പിന്നെ ഒരു പരിധിയിലും വിട്ടുകഴിഞ്ഞാൽ അപ്പൊ ചിലപ്പോ ചെറുതായിരിക്കും, അതങ്ങ് വിട്ടുകൂടെ നിൽക്കും. അത് പറ്റില്ല. അതില് ഇതുവരെ മക്കള് വൈഫൊന്നുമില്ല. ഞാനിപ്പോ ആരെങ്കിലും മുമ്പിൽ എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മുമ്പ് നിൽക്കാൻ ഞാൻ ചിലപ്പോ നല്ലോണം പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞിട്ട് വണ്ടിയിലെത്തിട്ട് പറയും, ഇവള് പറയും നിങ്ങൾ ആളെ മുമ്പെന്ന് അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞ ആളെ മുമ്പ് പറയും ഇത് വർക്ക് ഇറങ്ങി കഴിഞ്ഞാല് ചിലപ്പം നീ ഒരാളെ മുന്നിൽ പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, നീ നന്നായിട്ട് പാടാനല്ലേ പറഞ്ഞു തരുന്നതെന്ന് പറയും. അപ്പൊ ഞാൻ പിന്നെ വിചാരിക്കുക കുറെ സമയം ഞാൻ ഉണ്ടാക്കും. പിന്നെ അവർക്ക് ഞാൻ നന്നാവാനല്ലേ, ആയിക്കോട്ടെ നന്നാവാൻ കിട്ടുന്ന വഴക്കല്ലേ. ഓക്കെ, ഇക്ക തല്ലുമാലയിൽ ഒരു പാട്ടുണ്ട്, ഇക്കാടെ പാട്ട്, അത് പാടാം. അത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. അത് ഗാലറി വിഷനാണ് അതിന്റെ വീഡിയോ ഒക്കെ ഔട്ട് ചെയ്തിട്ടുള്ളത്. ചക്കരച്ചുണ്ട് എന്നുള്ള പാട്ടാണ്. ആ സമയത്ത് ഷാഫി ഖാനെ കൂടി ഞാൻ പാടിച്ച പാട്ടാണ്. അത് സിനിമയിൽ വന്നപ്പോൾ ഒരുപാട് സന്തോഷം. കുറച്ച് ഭാഗമായാലും അത് കേൾക്കുമ്പോ ഒരു സന്തോഷം. അതെ അതെ, നമ്മള് ചെയ്തൊരു പാട്ട് സിനിമയിൽ വരാന്നൊക്കെ പറയുമ്പോ പാടാം. പപ്പര വര പപ്പര വര പപ്പര വര വാ, പപ്പര വര പപ്പര വര പപ്പര വര വാ, പപ്പര വര പപ്പര വര പപ്പര വര വാ, പപ്പര വര പപ്പര വര പപ്പര വര വാ. ചക്കര ചുണ്ടിൽ തേച്ചു വെച്ചൊരു പുഞ്ചിരി എന്മിഴിക്കോണിൽ നോക്കി നിന്നൊരു സുന്ദരി. ചക്കര ചുണ്ടിൽ തേച്ചു വെച്ചൊരു പുഞ്ചിരി എന്മിഴിക്കോണിൽ നോക്കി നിന്നൊരു സുന്ദരി. ചൊല്ലുമോ നീയേതാ പറയുമോ പേരെന്താ, ചൊല്ലുമോ നീയേതാ പറയുമോ പേരെന്താ. അഴകേ അഴകേ കരളെ കുളിരേ, അഴകേ അഴകേ കരളെ കുളിരേ. ചക്കര ചുണ്ടിൽ തേച്ചു വെച്ചൊരു പുഞ്ചിരി എന്മിഴിക്കോണിൽ നോക്കി നിന്നൊരു സുന്ദരി. ഇതിങ്ങനെ ഇടക്കിടയ്ക്ക് താഴെ വെച്ച് കൈകൊട്ടിയാണ് ഇട്ടതുണ്ട് ഇന്നത്തെ മെയിൻ പരിപാടി.
ഈ മാപ്പിള പാട്ടിലുള്ള ഒരു വൈബ് ഉണ്ടല്ലോ, അത് നമുക്ക് വേറെ ഒരു പാട്ടിനും കിട്ടാത്തൊരു വൈബാണ്. ഭയങ്കര രസമാണ്. വേറെ ഒരു മാപ്പിള പാട്ട് പാടോ? ഞാനോ? ഞാൻ ഞാൻ പാടിയൊരു പാട്ട് പാടാം. മെഹറിന് പാടിയിട്ടുള്ള ഒരു പാട്ടുണ്ട്, ശുക്രിയ എന്നുള്ളൊരു പാട്ട്, അത് പാടിക്കോ. ശുക്രിയ ശുക്രിയ നാഥനിൽ ശുക്രിയ, ശുക്രിയ ശുക്രിയ നാഥനിൽ ശുക്രിയ, ഈ ദേഹമിൽ റുഹുദിനി സ്തുതിയാൽ പാടി ഞാൻ. ശുക്രിയ ശുക്രിയ നാഥന് ശുക്രിയ, ശുക്രിയ ശുക്രിയ നാഥന് ശുക്രിയ.